ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ കറിയും റൈസും നമ്മൾ സെപ്പറേറ്റ് ആയാണ് വെക്കുന്നത്. ചിക്കൻ പൊരിച്ചതിന് ശേഷമാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അതിനായി നമ്മൾ 2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ ഉപ്പുപൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം പൊരിച്ചെടുക്കാം. ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിൽ മാറിപ്പോയരുത്. അങ്ങനെ മാറിപ്പോയാൽ ഉപ്പിലൊക്കെ ഭയങ്കര വ്യത്യാസം വരും. മസാല റെഡിയാക്കാനായി 5 സവാള കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു 20 ചുവന്നുള്ളിയും ഒരു 25 അല്ലി വെളുത്തുള്ളിയും 6 പച്ചമുളകും ഒരു വലിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതിൽ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ പേസ്റ്റാക്കി എടുക്കാം. മുളക് നീളത്തിൽ കട്ട് ചെയ്ത് വയ്ക്കാം. ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു വശം മൊരിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഈ പാകത്തിലെടുത്താൽ മതി, കൂടുതലായിട്ട് മുരിഞ്ഞു പോകണ്ട. ഇനി ബാക്കിയുള്ള ചിക്കനെല്ലാം പൊരിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വന്ന ഓയിൽ നമുക്ക് മസാല തയ്യാറാക്കാനായി ഒരു ഉരുളിയിലേക്ക് ഒഴിക്കാം. കുറച്ചും കൂടിയും ഓയിലിൻ്റെ ആവശ്യമുണ്ട്. അത് നമുക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് സവാള ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, തക്കാളി, പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർക്കാം. അത് നന്നായി വഴറ്റിയെടുക്കാം. 2 തക്കാളിയാണ് ഇതിലേക്ക് ചേർത്തത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ മിക്സൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി ഓയിലിൻ്റെ ആവശ്യമുണ്ട്. നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ
നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റും മണവും കൂടും. ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പൊരിച്ചു വച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഒന്നര കപ്പ് വെള്ളം ചേർക്കാം. നല്ലവണ്ണം തിളയ്ക്കുന്നതുവരെ ഗ്യാസ് ഫുള്ളിൽ വെക്കാം. മസാല തയ്യാറാക്കിയപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ച ഓയിലിൻ്റെ അടിഭാഗം ചേർത്തിരുന്നില്ല. ഫസ്റ്റ് തന്നെ ചേർത്താൽ അതൊക്കെ ഇപ്പോൾ കരിഞ്ഞു പിടിക്കും. നമുക്ക് അതൊക്കെ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർക്കാം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരു അര ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിക്കാം. റൈസ് റെഡിയാക്കാനായി ഒരു കലത്തിലേക്ക് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 10 കരയാമ്പൂ, പട്ട 2 വലിയ പീസ് ചെറിയ കഷ്ണങ്ങളാക്കിയത്, 4 ഏലക്കായ, പിന്നെ 5 ടീസ്പൂൺ നെയ്യ് എന്നിവ ചേർക്കാം. ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്ന കണക്കിലാണ് ചേർക്കേണ്ടത്. ഉപ്പിട്ടതിന് ശേഷം വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പ് കൂടി നിൽക്കണം. എന്നാലാണ് ചോറിന് ഉപ്പ് കറക്റ്റ് ആവുള്ളൂ. ഈ സമയം കൊണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം തിളയ്ക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അരി കഴുകി വയ്ക്കാം. കുതിർക്കാനൊന്നും വെക്കണ്ട, വെറുതെ കഴുകി വെച്ചാൽ മതി. ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. അതിൻ്റെ കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. 2 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വേവൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസിന് ആവശ്യമായ സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിനായി 5 സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. സവോള ഒരുമിച്ചിട്ട് വറുത്ത് പോരണ്ട, 2 സ്റ്റെപ്പിലായിട്ട് ചെയ്താൽ മതി. ഗ്യാസ് ഫുള്ളിൽ വെച്ച് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. കോരിയെടുത്തതിന് ശേഷം അത് അവിടെ ഇരുന്ന് കുറച്ചും കൂടിയും മുറുകി വരും. ബാക്കിയുള്ള സവോളയും ഇതുപോലെ പൊരിച്ചെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും റോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് കിസ്മിസും കൂടി ചേർത്ത് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി റൈസ് നമുക്കൊന്ന് പകർത്തി ഉരുളിയിലേക്ക് മാറ്റാം. കലത്തിൽ നിറഞ്ഞിരിക്കുന്നത് കാരണം നമുക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ റൈസൊക്കെ പകർത്തി മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ചേർക്കാം. 4 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, കാഷ്യൂനട്ടും കിസ്മിസും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം.
എല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഉപയോഗിക്കാം. അരമണിക്കൂർ കഴിയുമ്പോൾ ഈ പൈനാപ്പിൾ എസൻസിൻ്റെയും ഈ സവോള മിക്സിൻ്റെയും സ്മെല്ലൊക്കെ നന്നായി കിട്ടും. ഇനി നമുക്ക് ചിക്കൻ കറിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 1.5 കിലോ അരിക്കാണ് റൈസ് റെഡിയാക്കിയത്. ക്ലീൻ ചെയ്തതിന് ശേഷം ചിക്കൻ്റെ തൂക്കം ഒരു 2 കിലോനാണ്. ഇതൊരു 10 ആൾക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റും. ഓരോ അരിക്കനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഈ അരിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.